ഇലക്ഷനാണ് കേട്ടാ, ഇലക്ഷൻ. ചില ആൾക്കാർ വാഗ്ദാനങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങ്. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വാഗ്ദാനം അങ്ങ് ചെയ്ത്, ആര് മറന്നാലും നമ്മൾ വിടൂലട്ടാ. ആ വാഗ്ദാനം നിങ്ങൾ കാണണ്ടേ? കണ്ടുവെക്ക്, എന്നിട്ട് പറയാം ബാക്കി. ഈ 15 ലക്ഷം കിട്ടിയവരാരെങ്കിലും ഉണ്ടാ? എനിക്കെന്തായാലും കിട്ടിയിട്ടില്ല. കിട്ടിയവർ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണേ. പോട്ടെ, അവരോ അങ്ങനെയായിപ്പോയി. വേറൊരാളൊരു കാര്യം പറഞ്ഞു, അതിനുശേഷം അടിയോടടിയായിരുന്നു, കൂട്ടടി. എന്തല്ലേ, ലീഡർമാരാണ്. ഇന്ത്യയുടെ PM-ഉം ഇന്ത്യയുടെ പ്രതിപക്ഷവും പറഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹവും ഒരു വാഗ്ദാനം ചെയ്തു. ഇപ്പൊ കണ്ടെത്തി ഓരോ സ്ഥലത്തും എത്ര കുടുംബങ്ങളാണ് പരമദരിദ്രരുന്നത്. 64,000 കുടുംബങ്ങളുണ്ട്. കേൾക്കുമ്പോ കേരളത്തിന്റെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ വളരെ നേരിയൊരു വിഭാഗമാണെങ്കിലും ആ നേരിയ വിഭാഗമാണല്ലോ എന്ന് പറഞ്ഞ് തള്ളേണ്ടവരല്ല നമ്മൾ. അവരെയും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കണം. അവരെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനാവശ്യമായ പദ്ധതികൾ ഇപ്പൊ തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരെ പൂർണ്ണമായും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് സഖാവ് പിണറായി വിജയനും ആ വഴിക്ക് പോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കൊടുത്ത വാക്ക തവറ പാർട്ടി ഇല്ല കണ്ണാ. കൊടുത്ത വാക്ക ഉസിര കൊടുത്ത് കാപ്പാത്ര പാർട്ടി ഇത്. കൊഞ്ചം അങ്ങ് പാർക്കണ്ണ. നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. ഓരോ കേരളപ്പിറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ്. ഈ സഭയുടെ പൊതുവായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു.